വിവിധ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്ന അധ്യാപകർക്കും ഗവേഷകർക്കും ഏർപ്പെടുത്തിയിട്ടുള്ള അമൃത ഇന്നൊവേഷൻ റിസർച്ച് അവാർഡുകൾ പ്രഖ്യാപിച്ചു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ 5 ദിവസങ്ങളായി നടക്കുന്ന അമൃത റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ സിംപോസിയം ഫോർ എക്സലൻസ് RIS 2025ന്റെ ഭാഗമായാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. അമൃത ഇന്നൊവേഷൻ റിസർച്ച് വിജയികൾക്ക് 8 കോടിയോളം രൂപയുടെ ക്യാഷ് അവാർഡും ഫലകവും പ്രശസ്തിപത്രവും ലഭിക്കും. സ്റ്റാൻഫോർഡ് സർവകലാശാല തെരഞ്ഞെടുത്ത ലോകത്തിലെ മികച്ച 2% ശാസ്ത്രജ്ഞന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അമൃത സർവകലാശാലയിലെ അധ്യാപകർക്കും ഗവേഷകർക്കുമുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ മുഖ്യാതിഥി ISRO ചെയർമാനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് സെക്രട്ടറിയുമായ ഡോക്ടർ V നാരായണൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഗവേഷണങ്ങൾ ആരംഭിച്ചത് മറ്റുള്ളവരെ സഹായിക്കാനാണെന്നും ഗവേഷണങ്ങൾ നല്ല രീതിയിൽ ചെയ്യണോ തെറ്റായ രീതിയിൽ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഗവേഷകരാണെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി സന്ദേശത്തിൽ സൂചിപ്പിച്ചു. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും രണ്ടും രണ്ടാണെന്നും ഗവേഷണങ്ങൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാവരുത്, മറിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയാവണമെന്നും അമ്മ പറഞ്ഞു. ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ പക്ഷിയെപ്പോലെ പറക്കാനും മത്സ്യത്തെപ്പോലെ നീന്താനും നമ്മൾ പഠിച്ചു. പക്ഷെ മനുഷ്യരെപ്പോലെ നടക്കാനും ജീവിക്കാനും നമ്മൾ മറന്നു പോയിരിക്കുന്നു. നമ്മുടെ മനുഷ്യത്വം തന്നെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. വേഗബുദ്ധിയില്ലാതെ സയൻസും സാങ്കേതികവിദ്യയും കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യനും സ്വന്തം നാശം വരുത്തി വയ്ക്കുന്നു. സയൻസിനും സാങ്കേതികവിദ്യയ്ക്കും അതിൻ്റെ ബുദ്ധിയോ ചിന്താശക്തിയോ ഇല്ല. അത് പ്രവർത്തിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ആ ഗുണങ്ങൾ ഉണ്ടാകേണ്ടത്. സയൻസിൻ്റെയും ബുദ്ധിയുടെയും സഹായത്തോടെ പ്രപഞ്ച രഹസ്യങ്ങളെ കീഴടക്കാൻ കഴിയുമെന്ന് മനുഷ്യനൊരു ധാരണയുണ്ട്. ഒരു കൊച്ചുകുട്ടി തൻ്റെ മുറിയുടെ കിളിവാതിലിലൂടെ കാണുന്ന ആകാശം എൻ്റേതാണെന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ഈ അവകാശവാദം. യഥാർത്ഥ മനുഷ്യനെ ബുദ്ധിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അനന്തമായ വിശ്വത്തിൻ്റെ ഒരു ചെറിയ കണിക മാത്രമാണ്. അന്തമില്ലാത്ത സമുദ്രത്തിൻ്റെ ആഴവും പരപ്പും അറിയാതെ അതിൻ്റെ ഉപരിതലത്തിൽ മാത്രം ഓടിക്കളിക്കുന്ന തിരമാലകളെ പോലെയാണ് മനുഷ്യൻ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രഗത്ഭരെ വളർത്തിയെടുക്കാൻ അമൃത സർവകലാശാല നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ പറഞ്ഞു. Let us bow our head in front of Amma for that great enthusiasm, great idea for making this type of academic institutes. You know, this is one way. Say serving the common man is the serving the God. He solely knows it. I also know it totally. സർവകലാശാലയിലെ 27 പേരാണ് ഈ വർഷത്തെ സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ചടങ്ങിൽ അമൃത വിശ്വവിദ്യാപീഠം പ്രസിഡന്റ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി, വൈസ് ചാൻസലർ ഡോക്ടർ വെങ്കട്ട് രംഗൻ, പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ V രമേശ്, രജിസ്ട്രാർ ഡോക്ടർ K ശങ്കരൻ, ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ, ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതൻ, ഡോക്ടർ ഗീതാകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ കാലഘട്ടത്തിനാവശ്യമായ നൂതനാശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സർവകലാശാലയിലെ ഗവേഷകർക്ക് പരിശീലനം നൽകുന്നതിനുമായി സംഘടിപ്പിക്കുന്ന സിംപോസിയത്തിൽ അമൃത വിശ്വവിദ്യാപീഠത്തിലെ ഗവേഷകർക്ക് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അക്കാദമിക രംഗത്തെ വിദഗ്ധരും ഗവേഷകരും ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്രതിനിധികളും പങ്കെടുക്കും. അമൃത ന്യൂസ്, കൊല്ലം.